അങ്ങനെ ഞങ്ങൾ അപ്പർ ഷോളയാർ ഡാം കണ്ടതിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി ഞങ്ങൾ എത്തേണ്ടുന്ന ഏറ്റവും അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വാൽപ്പാറയാണ്. വാൽപ്പാറയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ബന്ധുക്കളുണ്ട്. അവരെ ഒന്ന് ആ ടൗണിൽ വെച്ച് കാണുക, തുടർന്ന് യാത്ര വീണ്ടും തുടരുക. ഈ പോകുന്ന പോക്കിലാണ് ഏറെ പ്രശസ്തവും ഒരുപാട് ഫോട്ടോഗ്രാഫിക്ക് ബാക്ക്ഗ്രൗണ്ട് നൽകിയ വളരെ സുന്ദരമായ ചായത്തോട്ടങ്ങൾ, വാൽപ്പാറയിലെ സുന്ദരമായ ചായത്തോട്ടങ്ങളുണ്ട്. അതിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല വെയിലുള്ള സമയമായതിനാൽ ഞങ്ങൾ ഇറങ്ങാനോ ഞങ്ങളുടെ സമയം ചെലവഴിക്കാനോ ഞങ്ങൾ അവിടെ തയ്യാറായില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മൂന്നാറിലെത്തണം, പകൽ വെളിച്ചത്തിൽ മൂന്നാറിലെത്തണം. ഈ യാത്ര ആളിയാർ ഡാം ചുരം കഴിഞ്ഞിട്ട് ഏറെ ദൂരം പിന്നിട്ടതിന് ശേഷമാണ് പിന്നീട് മറയൂരെത്താനുള്ളത്. മറയൂരിൽ നിന്ന് മൂന്നാറിലേക്കുള്ള അതിസുന്ദരമായ യാത്ര ഞങ്ങൾ കടം വെച്ചതുപോലെ ഇരിക്കുകയാണ്. അവിടെ എത്തിയിട്ടാണ് ഞങ്ങൾക്ക് പലകുറി ഞങ്ങൾ കയറിയപ്പോഴും മറയൂർ കഴിഞ്ഞാൽ രാത്രിയാവാറാണ്. ഇന്നെങ്കിലും പകൽ വെളിച്ചത്തിൽ മൂന്നാറിലേക്ക് എത്തണം അതുവഴിയെന്ന് ഉദ്ദേശത്തോടു കൂടിയാണ് പുറപ്പെടുന്നത്. മൂന്നാറിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ളത് കുമളിയിലേക്കാണ്. കുമളിയിൽ നിന്ന് വണ്ടിപ്പെരിയാറിലെത്തിയിട്ട് അവിടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ താമസം. ശേഷം നാളെ പുലർച്ചെ ഗവിയിലേക്കും. സന്യാസിനി സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു.